പിറ്റേ ദിവസം രാവിലെ തന്നെ മാൻഷനിൽ നിന്ന് എല്ലാവരും എത്തിയിരുന്നു. അവരെയൊക്കെ കണ്ടപ്പോൾ ജാനുവിന് സങ്കടം കൂടുകയാണ് ഉണ്ടായത്. എങ്കിലും അവൾ മൗനം പാലിച്ചു നിന്നു. എന്തേലും ചോദിച്ചാൽ മാത്രം മറുപടി നൽകും. അവളുടെ ഈ അവസ്ഥയിൽ എല്ലാവരും തുല്യ ദുഃഖിതരായിരുന്നു. എന്നാൽ ഇവർക്കൊപ്പം വന്ന അച്ചുവും റാണിയും ഉള്ളാലെ ചിരിച്ചുകൊണ്ട് മൗനം പാലിച്ചു. അവർ നിൽക്കുന്ന റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയവർ കാണുന്നത് നിറമിഴികളോടെ നിൽക്കുന്ന ലക്ഷ്മിയെയാണ്. ലക്ഷ്മിയെ കാണേ ഇത്രയും നേരം ജാനു അടക്കി പിടിച്ച സങ്കടങ്ങൾ ഒരു പൊട്ടിക്കരച്ചിലായി പരിണമിച്ചു. അവളുടെ കണ്ണുനീർ കാണെ ലക്ഷ്മി ഓടി വന്ന് അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇതെല്ലാം കണ്ടൊരു ഭാഗത്തായി വിതുമ്പി നിന്നിരുന്ന അഞ്ജുവിനെയും ലക്ഷ്മി ചേർത്ത് പിടിച്ചു. അഞ്ജുവിൽ നിന്നും എല്ലാം അറിഞ്ഞ ലക്ഷ്മി ആദിക്കടുത്തേക്ക് വന്നിട്ട്, ജാനുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. ഒരിക്കൽ ഞങ്ങൾക്ക് നഷ്ടമായതാണ് അവളെ. ഇനി ഒരിക്കൽ കൂടെ വയ്യ. ജാനുവിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു. അവളെ ഇഷ്ടമുള്ള ഒരുവനുമായി. എൻ്റെ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. എങ്കിലും അവളുടെ സുരക്ഷ വിവാഹം കൊണ്ട് മാത്രമേ പൂർത്തിയാകൂ. വിളിക്കുമ്പോഴൊക്കെ മനുഷ്യനിലുള്ളവരെ കുറിച്ച് പറയാൻ മാത്രമേ അവൾക്ക് നേരമുള്ളൂ, പ്രത്യേകിച്ച് മുത്തശ്ശിയെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം. ആകെ 2 മാസമേ വിവാഹത്തിന് സമയമുള്ളൂ. അതിൽ വരുന്ന 15 ദിവസത്തിനകം ഒരു മുഹൂർത്തം ശരിയായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വിവാഹം പക്ഷേ ഇന്ന് നടക്കുമെന്ന് വൃത്തിയുള്ളൂ. ഞാൻ കൊണ്ടുപോകുക ഇവരെ എന്ന് പറഞ്ഞ് നിർത്തവെ കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുമായിരുന്നു ബാക്കിയുള്ളവർ. കൂടുതലൊന്നും പറയാതെ വിവാഹത്തിന് വരുമെന്ന് ലക്ഷ്മിക്ക് ഉറപ്പ് കൊടുത്ത് ജാനുവിനെ നാട്ടിലേക്ക് അയക്കാനുള്ള കാര്യങ്ങളിലേക്ക് ആദ്യ കടന്നപ്പോൾ വിങ്ങുന്നവൻ്റെ ഹൃദയതാളം മറിഞ്ഞെന്നപ്പോൾ സായി അവനു പിന്നാലെ നടന്നു. റാണിയുടെ അച്ചുവിൻ്റെ മുഖത്ത് സന്തോഷം അലതള്ളി. എന്നാൽ ബാക്കിയുള്ളവരിൽ ഒരു നിരാശയായിരുന്നു. അതേസമയം കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുവാണ് അഞ്ജുവും ജാനുവും. എന്തു തന്നെയായാലും ലക്ഷ്മിയെ എതിർക്കാൻ അവൾ ഒരുക്കവുമല്ലായിരുന്നു. അതുപോലെ ഈ വിവാഹത്തിന് സമ്മതം നൽകാനും അവൾക്കെന്തോ കഴിയുന്നില്ലായിരുന്നു. അന്ന് തന്നെ ജാനുവും അഞ്ജുവും ലക്ഷ്മിയും നാട്ടിലേക്ക് തിരിച്ചു. ഇറങ്ങാൻ നേരം പരസ്പരം മിഴികളാൽ കുരുങ്ങപ്പെട്ട ആദിയും ജാനുവും ഇരുവരുടെയും പരസ്പരം കാണുന്ന മിഴിനീരിൻ്റെ കാരണമറിയാൻ കഴിയാതെ വലഞ്ഞുപോയി. ഒരു നോട്ടം നൽകിക്കൊണ്ട് ഇരുവരും ഇരുഭാഗത്തേക്ക് പിരിയുമ്പോൾ സഹിക്കാൻ കഴിയാതെ ഒരു ഇടിമുഴക്കത്തോടെ ആരുടെയോ ഹൃദയം മുറിഞ്ഞ കണ്ണുനീറെന്ന പോൽ ആർത്തലച്ചു പെയ്തുകൊണ്ട് മഴ ആ നിമിഷം സാക്ഷിയായി. ഇരു ഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നത് വേദനയോ കഴിയുമോ പരസ്പരം തിരിച്ചറിഞ്ഞ ഹൃദയങ്ങൾക്ക് പിരിഞ്ഞു നിൽക്കാൻ ഹൃദയങ്ങൾ പിടയ്ക്കുന്നതെന്തേ അറിയാതെ പോകുന്നു. പരസ്പരം ഹൃദയങ്ങൾ ഒരേ താളത്തിൽ ഒരേ വേദനയിൽ ഒന്ന് ചേർന്ന് മെടിക്കുമ്പോൾ ഇരുവരും കേൾക്കാതെ അറിയാതെ. വിവാഹവേഷത്തിൽ കണ്ണാടിക്ക് മുന്നിൽ നിർജീവമായി അവൾ നിന്നു. ഇന്ന് തൻ്റെ വിവാഹം. ഹൃദയം എന്തിനോ പിടയുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോൾ എല്ലാം സഹിക്കാൻ കഴിയുന്നുണ്ട്. വേദനയോടെ അവൾ ഓർത്തു. അവിടെ നിന്നും വന്നതിനു ശേഷം ജാനു വല്ലാതെ മൂകയായിരുന്നു. ലക്ഷ്മിയും അഞ്ജലിയും ആവോളം ശ്രമിച്ചിട്ടാണ് അവളെ ഒന്ന് ഓക്കെ ആയത്. ഒരാഴ്ച മുന്നേ ആകാശ് അവളെ വന്നു കണ്ടു. ഏറെ നാളുകളായി അവളെ അവൻ പ്രണയിക്കുന്നു എന്നും അവളില്ലാതെ ഒരു ജീവിതം അവന് വേണ്ട എന്നും കണ്ണീരോടെ പറയുന്നവനെ കാണെ ഇഷ്ടത്തോടെ അല്ലെങ്കിലും ജാനുവിന് വിവാഹത്തിന് സമ്മതം പറയേണ്ടി വന്നു. അധികം വൈകാതെ തന്നെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി. പറഞ്ഞതുപോലെ വിവാഹത്തിന് 3 ദിവസം മുന്നേ ആദി സായി ഒഴികെ എല്ലാവരും കൂടെ തറവാട്ടിലേക്ക് വന്നു. അവർക്കെന്തോ അത്യാവശ്യമുണ്ടെന്നും അധികം വൈകാതെ വരുമെന്നും ഐഷു പറഞ്ഞു. ആദിയുടെ പപ്പ അവളെ നെഞ്ചോട് ചേർത്ത് ആ നിമിഷം അയാളുടെ മിഴികൾ കുറ്റബോധത്തോടെ നിറഞ്ഞിരുന്നു. പക്ഷേ എന്തിന്? പറഞ്ഞ പോലെ വിവാഹത്തിൻ്റെ തലേന്ന് ആദിയും സായിയും എത്തി. ഒരു പാവ പോലെ യാതൊരു സന്തോഷവും കളിയും ചിരിയുമില്ലാതെ നിൽക്കുന്ന ജാനുവിനെ കാണെ ആദിയുടെ ഉള്ളം പിടഞ്ഞു. എന്തോ ഉറപ്പിച്ചപ്പോൾ അവൻ മൗനം പാലിച്ചു. എന്നാൽ നാളത്തെ ദിവസം ആലോചിച്ചിരിക്കെ സായിയുടെ മുഖത്തൊരു കുസൃതി ചിരി വിരിഞ്ഞു. മോളെ വിളികേട്ട് ചിന്തകളിൽ നിന്നും ജാനു പിടഞ്ഞുണർന്ന് നോക്കിയപ്പോൾ ഐഷുവും ലക്ഷ്മിയും അവൾക്ക് പിന്നാലെ അഞ്ജുവും ആരുവും. വരുത്തി തീർത്ത ചിരിയോടെ അവൾ അവർക്കടുത്തേക്ക് നടന്നു. എന്നാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ലക്ഷ്മിയെ കാണെ അവൾ നെറ്റിചുളിച്ചു. കൂടുതലൊന്നും പറയാതെ ലക്ഷ്മി അവളെ ഇറുക്കെ പുണർന്നു തുടർന്നു. ഞാനൊരാൾ കാരണമാണ് ഇന്നിങ്ങനെയൊക്കെ. എൻ്റെ കുഞ്ഞെന്നോട് ക്ഷമിക്കണം. നിന്റെ നന്മ മാത്രമേ അപ്പച്ച ആഗ്രഹിച്ചത്. എന്നിട്ടും ഇനിയൊന്നും പറയാൻ കഴിയില്ലെന്ന പോലെ അവർ പുറത്തേക്ക് പോയി. ഒന്നും മനസ്സിലാവാതെ ജാനു ബാക്കിയുള്ളവരെ നോക്കി. ഐഷുവിൻ്റെ മുഖത്ത് ദയനീയതയായിരുന്നു. ആരുവും ലക്ഷ്മിയും അഞ്ജുവും സങ്കടത്തോടെ എന്നാൽ അല്പം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിയുടെ മുഖത്ത് മാത്രം കള്ളച്ചിരി. വിവാഹത്തിന് സമയമായി.
ആരോ പറഞ്ഞതനുസരിച്ച് ജാനുവിനെ കൃഷ്ണന്റെ നടയിലേക്ക് നടത്തി. ഓരോ പാദം മുന്നോട്ട് പോകുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആകാശിനെ തൻ്റെ പാതിയായ ഹൃദയം അംഗീകരിക്കില്ല എന്ന് തെല്ലൊരു അമ്പരപ്പോടെ അവൾ തിരിച്ചറിഞ്ഞു. തൻ്റെ ഹൃദയം തുടിക്കുന്നത് മറ്റാർക്കോ വേണ്ടി. നടയിൽ കൈകൂപ്പി അവൾ നിന്നു. ഇനി എന്ത്? നിറഞ്ഞ മിഴികളോട് അവൾ ആ കണ്ണനെ നോക്കി. പതിയെ കണ്ണുകൾ അടച്ചു. തൻ്റെ കഴുത്തിൽ പതിയൊന്ന് നിശ്വാസമറിഞ്ഞ അടുത്ത നിമിഷം അവളുടെ കഴുത്തിൽ താലി ചാർത്തപ്പെട്ടു. തുറക്കാനാഞ്ഞ മിഴികൾ മുറുക്കെ അടച്ചു ജാനു. ഒരു നുള്ളു സിന്ദൂരം തൻ്റെ സീമന്തരേഖയ്ക്ക് ജീവൻ പകർന്നതും അവൾ അറിഞ്ഞു. അതെ, തൻ്റെ വിവാഹം കഴിഞ്ഞു. ഈ നിമിഷം മുതൽ താനൊരു ഭാര്യയാണ്. കഴിയുമോ തനിക്ക്? അവൾക്കുള്ളിൽ ഒരു സമസ്യ പോൽ തെളിഞ്ഞു. തൻ്റെ മിഴികൾ തുറന്നു നോക്കിയ ജാനുവിൻ്റെ കണ്ണുകൾ കുടുങ്ങിയത് ചെമ്പൻ മിഴികളിലാണ്. ഒരാന്തലോടെ അവൾ അല്പം പിന്നോട്ട് മാറി. അവൻ്റെ മിഴികളിൽ അമ്പരപ്പോടെ നോക്കി. പിന്നെ മാറിൽ പറ്റിച്ചേർന്നു നിൽക്കുന്ന താലിയിലേക്കും. അവൻ്റെ മിഴികളിൽ തെളിഞ്ഞ ഭാവം ദേഷ്യമോ വാശിയോ അതോ പ്രതികാരമോ? പക്ഷെ അവൻ്റെ ഹൃദയം നിറയെ അവളായിരുന്നു. അവളോടുള്ള പ്രണയം, വാത്സല്യം. അവൻ്റെ കൈകൾ അവളുടെ കൈകളോട് ചേർന്ന നിമിഷം ശക്തമായ കാറ്റോടെ മണിക്കിലുക്കം ഉയർന്നു കേട്ടു. നിമിഷങ്ങളോളം കള്ളക്കണ്ണൻ പുഞ്ചിരി തൂകി. കുസൃതി ചിരിയായിരുന്നു അത്. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതോർക്കെ ജാനുവിൻ്റെ ഹൃദയം പതിന്മടങ്ങ് മിടിക്കാൻ തുടങ്ങി. തൻ്റെ പാതിയായ ആകാശിനെ ഹൃദയം അംഗീകരിച്ചു തരില്ല എന്നറിയാമായിരുന്നിട്ടും വെറുതെ ആഗ്രഹിച്ച് താലി ചാർത്തുന്നവനോട് നീതി കാണിക്കാൻ കഴിയണമേ എന്ന് എന്തിനോ? നടുക്കത്തോടെ തന്നെയാണ് തന്നെ താലി ചാർത്തിയതും സിന്ദൂരരേഖയിൽ സീമന്തം ചാർത്തിയതും ആകാശല്ല, മറിച്ച് ആദിദേവാണെന്ന്. പക്ഷെ എന്തിന്? ആകാശ് എവിടെ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്നെല്ലാം ചിന്തിച്ചിരിക്കവെയാണ് റൂമിലേക്ക് ആരുവും അഞ്ജുവും വന്നത്. ചിരിക്കാൻ ശ്രമിച്ചു, വെറുതെ കഴിഞ്ഞില്ല. കരയാനും അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം എനിക്കരയാൻ കണ്ണുനീരില്ല തന്നെ. എന്താ ഏട്ടത്തി ഒരു ആലോചന? ഞാൻ ഈ കാണുന്നതിൻ്റെ അർത്ഥം എന്താ മോളെ? ഒന്നും മനസ്സിലാകാതെ ഒരു പാവ പോലെ വയ്യ എനിക്ക്. ആകാശിൻ്റെ സ്ഥാനത്ത് എങ്ങനെ ആദി സാർ വന്നേ? ജാനുവിൻ്റെ ചോദ്യം കേൾക്കെ ഇരുവരും നിസ്സഹായതയോടെ പരസ്പരം നോക്കി. കാര്യങ്ങൾ അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ഇരുവർക്കും അറിയാമായിരുന്നു. എങ്കിലും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അഞ്ജു പറയാൻ തുടങ്ങി. രാവിലെ അമ്പലത്തിൽ ഒരുക്കങ്ങൾ അവസാനത്തിലേക്ക് ആയപ്പോഴാണ് ആകാശിൻ്റെ അമ്മാവനും വേറെ കുറച്ച് പേരും വന്നത്. വരൂ, മുഹൂർത്തമാകാൻ ഇനിയും സമയമുണ്ടല്ലോ. അല്ല, വരനെന്തേ? മിസ്റ്റർ വർമ്മ ആദിയുടെ പപ്പ ചോദിച്ചു. നിങ്ങളെന്താ വിചാരിച്ചത്? ആരുമൊന്നും അറിയില്ലെന്നോ? ഇവിടുത്തെ പെണ്ണിന് സ്വഭാവദോഷം അന്വേഷിച്ചപ്പോഴല്ലേ അറിയുന്നത്. ഹോട്ടൽ റൂമിൽ നിന്നൊക്കെ പിടിച്ച കഥ. നാട്ടിൽ തിരക്കിയപ്പോൾ നല്ല കുട്ടി, എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് തിരക്കിയപ്പോൾ അല്ലേ അറിഞ്ഞ കാര്യങ്ങളൊക്കെ. അയ്യോ, അങ്ങനെയല്ല. ഞങ്ങളുടെ കുട്ടിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കെന്തോ തെറ്റുപറ്റിയതാണ്. കൂടുതലൊന്നും കേൾക്കണമെന്നില്ല. അവളെപ്പോലെ അഴിഞ്ഞാടി. ഡോ, നിർത്തിക്കോ തൻ്റെ സംസാരം. എന്ത് തോന്നിവാസം വേണമെങ്കിലും പറയാമെന്ന് കരുതിയോ? ഇനി ഒരക്ഷരം ജാനകിയെക്കുറിച്ച് മിണ്ടിയ അറിയും താൻ ഈ ആദിദേവ് ആരാണെന്ന്. അയാളെ തടഞ്ഞുകൊണ്ട് ആദി പറഞ്ഞു. ഒരു നിമിഷം എല്ലാവരും ഭയന്നുപോയി. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അവൻ്റെ മുഖത്ത്, വാക്കിലും. ഈ വിവാഹം നടക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവർ തിരികെ പോയി. എന്നിരുന്നാലും ആകാശിന് ജാനുവിനെ മതിയെന്ന് ഉറപ്പിച്ച് പറഞ്ഞെങ്കിലും അവരെ എതിർത്ത് വിവാഹം ചെയ്യാൻ കഴിയില്ലായിരുന്നു. എല്ലാവരും നിശബ്ദരായി. പറഞ്ഞ മുഹൂർത്തത്തിന് ഇനി 1 മണിക്കൂർ മാത്രം. പെട്ടെന്ന് ജാനുവിൻ്റെ മുത്തശ്ശി തളർന്നു വീണു. എല്ലാവരും കൂടെ ചേർന്ന് താങ്ങി നിർത്തി. ജാനുവിൻ്റെ മുത്തശ്ശി മാധവി, മുത്തശ്ശൻ നാരായണൻ ജാനുവിൻ്റെ കുഞ്ഞിലെ തന്നെ മരണപ്പെട്ടു. അവർക്ക് 2 മക്കളായിരുന്നു, ജാനുവിൻ്റെ അച്ഛനും ലക്ഷ്മിയും. ആക്സിഡൻറ്റിൽ ജാനുവിൻ്റെ അച്ഛനും അമ്മയും ലക്ഷ്മിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ ബാക്കിയായത് മുത്തശ്ശിയും ലക്ഷ്മിയും. കുടുംബപരമായ അത്യാവശ്യം സ്വത്തുവകകളെല്ലാം ജാനുവിൻ്റെയും അഞ്ജുവിൻ്റെയും പേരിലാക്കിയിരുന്നു. എന്നാലും ജാനുവിൻ്റെ ആഗ്രഹപ്രകാരമായിരുന്നു ജോലിക്ക് പോയത്. ചർച്ചകൾ ഉയർന്നു. ലക്ഷ്മി നെഞ്ചു തകർന്ന പോലെ ഇരുന്നു. വർമ്മ നിസ്സഹായനായിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓർമ്മയിൽ ചോരയിൽ കുതിർന്നൊരു മുഖവും. എന്നാൽ ഇതുവരെ നടന്നതിനേക്കാൾ നടുക്കിയത് മുത്തശ്ശിയുടെ തീരുമാനമായിരുന്നു. എനിക്ക് വിവാഹപ്രായമായ ചെറുക്കൻ 2 പേരുണ്ട്. ആദിദേവും കിരൺ സായി കൃഷ്ണയും. ഇതിൽ ആദിമോന് ഈ നിമിഷം ജാനകിയുടെ കഴുത്തിൽ താലി ചാർത്തും. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ? മുത്തശ്ശിയുടെ ചോദ്യത്തിന് സ്തബ്ധരായി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എല്ലാവർക്കും. മുത്തശ്ശിയുടെ വാക്ക് അവസാന വാക്കായതുകൊണ്ടും ആദി പിന്മാറിയാൽ സായി അവളെ സ്വീകരിക്കേണ്ടി വരുമെന്നറിയാവുന്നതുകൊണ്ടും ആദി സമ്മതം മൂടി. വർമ്മയുടെ മുഖത്ത് ഗൗരവമാണെങ്കിലും ഉള്ളിൽ തെളിഞ്ഞു നിന്നത് സംതൃപ്തിയായിരുന്നു. ഒരു പാവം മനുഷ്യന് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തി.
പിന്നെ അധികം വൈകാതെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആദിദേവ് ജാനകിയെ തൻ്റെ പാതിയാക്കി. പറഞ്ഞു കഴിഞ്ഞതും ആരുവും മഞ്ജുവും ജാനകിയെ നോക്കി. തിരികെ ഒരു പുഞ്ചിരി അവളും നൽകി. നിസ്സഹായത, വേദന, അങ്ങനെ എന്തൊക്കെയോ മറച്ചു വെച്ചൊരു ചിരി. വൈകുന്നേരത്തോടുകൂടി തിരികെ ബാംഗ്ലൂർ പോകാൻ ഇറങ്ങി. ലക്ഷ്മിയും മുത്തശ്ശിയും ചേർത്ത് പിടിച്ച ജാനു അഞ്ജുവിൻ്റെ മുന്നിൽ നിന്ന്. ഇരുവരും ഇതുവരെയും ഏതിനും ഒരുമിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ വേദന തോന്നി, തൻ്റെ പകുതി ഭാഗം അടർത്തി മാറ്റുന്നത് പോലെ. ഒന്നും മിണ്ടാതെ ദീർഘനേരം നിന്ന് ആലിംഗനം കൊണ്ട് പറഞ്ഞു തീർത്തു ഇരുവരും. മൗനമായി തറവാട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുന്നേ സായി അഞ്ജുവിനെ തിരിഞ്ഞു നോക്കി. ഇരുവരുടെയും മിഴികൾ ഉടക്കി. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഒന്നുകൂടി അവരെ നോക്കി അവൻ കാറിൽ കയറി. ഫ്ലൈറ്റ് മുന്നേ അറേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ രാത്രി 10 മണിയോടെ അവർ മാൻഷനിലെത്തി. ഈ നിമിഷങ്ങളിലൊക്കെ ആദ്യയിടയ്ക്ക് ജാനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ആരാരും അറിയാതെ. എന്നാൽ അവൾ മറ്റൊരു ലോകത്തായിരുന്നു. ഉത്സവപ്പറമ്പിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുഞ്ഞിനെ പോലെ അവൾ ഒതുങ്ങി നിന്നു. ഐഷു പെട്ടെന്ന് തന്നെ നിലവിളക്കുമായി വന്നു. മുത്തശ്ശി ആരതി ഒഴിഞ്ഞു. ഇരുവർക്കും കുറി ചാർത്തി. ആദിയെ ഒന്ന് നോക്കി അവൾ നിലവിളക്ക് വാങ്ങി അകത്തേക്ക് കയറാനാഞ്ഞു. അടുത്ത നിമിഷം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ജാനുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൂടുതൽ ചടങ്ങൊന്നുമില്ലാതെ അവളെ ഫ്രഷാകാനായി പറഞ്ഞു വിട്ടു. ഒരനിയത്തി കുട്ടിയെ പോലെ ആരും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു എപ്പോഴും. രാത്രി കിടക്കാൻ നേരവും ആദ്യ തിരികെ എത്തിയിട്ടില്ല. ജാനുവിനെ മുത്തശ്ശി തൻ്റെ അടുക്കൽ കിടത്തി. ആരും കൂടെ കിടക്കാൻ വാശി പിടിച്ചു. എങ്കിലും ഇന്നൊരു ദിവസം അവളെ തനിയെ വിടണമെന്ന് പറഞ്ഞ മുത്തു ജാനകിയെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു കുന്നിൻ മുകളിൽ താരങ്ങൾ നിറഞ്ഞ മാനത്തെ നോക്കി കിടക്കുകയാണ് ആദി. തൻ്റെ പ്രണയം ഇന്ന് തൻ്റെ പാതിയാണ് എന്നോർക്കെ ഹൃദയം സന്തോഷത്താൽ മിടിച്ചെങ്കിലും അടുത്ത നിമിഷം ഇനി തന്നിൽ നിന്ന് അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ ഓർക്കെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തടയാൻ കഴിയാത്ത വിധം. എന്നോട് ക്ഷമിക്കു പാറു, എൻ്റെ ജീവനാടി പെണ്ണെ നീ. മറ്റുള്ളവർക്ക് നീ ജാനുവാണിൽ എനിക്ക് നീ എൻ്റെ പാറുവാണ്. ഹൃദയം നിറയെ നിന്നോടുള്ള പ്രണയമാണെങ്കിലും അത് നിന്നിലേക്ക് ഒഴുക്കാൻ കഴിയാത്ത വിധം ഞാൻ തോറ്റുപോയി. എനിക്കറിയില്ല ഇനി നാളെ എന്താണെന്ന്. ഒരുപക്ഷെ എല്ലാം മറന്ന് ഞാൻ നിന്നെ സ്നേഹിച്ചാൽ നിന്നെ എനിക്ക് നഷ്ടമാകും പെണ്ണെ. അല്ലെങ്കിൽ തന്നെ എൻ്റെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ വിധിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ താലി അണിഞ്ഞ് എൻ്റെ മുന്നിൽ നീ നിന്ന സർവവും മറക്കും പെണ്ണെ ഞാൻ. പാടില്ല, മാളുവിന് ഞാൻ കൊടുത്ത വാക്ക് തെറ്റിക്കാൻ എനിക്ക് കഴിയില്ല പെണ്ണെ. അതിനവസാനം ഞാൻ കാരണം എൻ്റെ അമ്മയുടെ താലി അടർത്തേണ്ടി വന്നാൽ അടുത്ത നിമിഷം ഞാൻ പോകും ദൂരേക്ക്. അന്ന് പതറാതെ എനിക്ക് നിൽക്കണമെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ അകന്നു മാറേണ്ടി വരും. എൻ്റെ പ്രണയം അറിഞ്ഞാൽ അവസാനം ഞാൻ കാരണം നിൻ്റെ ഹൃദയം തകരും. അത് പാടില്ല. എന്നോട് പൊറുക്ക് പാറൂസേ. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് വേണം നിന്നെ. എൻ്റെ പ്രണയം വേണം എനിക്ക് എന്നൊരു താരകത്തെ നോക്കി ഉറക്കെ പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു. അടുത്ത നിമിഷം അവൻ്റെ തോളിൽ ഒരു കൈ പതഞ്ഞു. ഞെട്ടലോടെ നോക്കി ആദ്യം കാണുന്നത് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന സായിയെയാണ്. ആദ്യം എഴുന്നേറ്റ് നിന്നു. എന്തോ പറയാനായി തുനിഞ്ഞ നിമിഷം അവൻ്റെ കവിളിൽ സായിയുടെ കരം പതിഞ്ഞിരുന്നു. ചെവിക്കല്ല അടിച്ചു പൊളിച്ച്. അത്ര തന്നെ. അല്ല പിന്നെ. പൊന്ന മോനെ, നീ എന്താണ് എന്നെക്കുറിച്ച് കരുതിയേ? വെറുതെ നിന്റെ കൂടെ നടക്കുന്നൊരു ഫ്രണ്ടല്ലേ? ഞാൻ അങ്ങനെ. വേണ്ട, നീ ഒരു കോപ്പും പറയണ്ട. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ പൊള്ളയാണെന്ന്. അപ്പോൾ അവൻ്റെ എന്ന് പറഞ്ഞ് സായി തൻ്റെ ഫോൺ ആദിക്ക് നേരെ നീട്ടി. നോക്കടം നോനെ നീ. ആദി വിറക്കുന്ന കൈകളോടെ ഫോൺ വാങ്ങി നോക്കി. അതിൽ കാണുന്ന ഓരോന്നും ഞെട്ടലോടെ നോക്കി. വീഡിയോ അവസാനിച്ചപ്പോൾ പൊട്ടിക്കരച്ചിലോടെ താഴേക്ക് വീണു. എന്താടാ ഇത്? ഇനിയും കരയാതെ ആശ്വസിപ്പിച്ചുകൊണ്ട് സായി അവനെ മുറുക്കെ പിടിച്ചു. ഒരു കുഞ്ഞിനെ പോലെ ആദി അവനോട് ചേർന്നിരുന്നു. ഏറെ നേരത്തിനു ശേഷം ആദി സായിയെ നോക്കി. അവൻ്റെ ചിന്ത മനസ്സിലാക്കിയതുപോലെ സായി അവനു നേരെ തിരിഞ്ഞു. അതെ ആദി, ഇപ്പോൾ പ്രധാന വില്ലനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇനിയും അയാൾക്ക് പുറകെ ആരൊക്കെയോ ഉണ്ട്. അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഇപ്പം എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. കാരണം മുഴുവൻ പേരും നീതിക്കർഹരല്ലാത്തവരാണ്. ഒരുപോലെ തീർക്കണം എല്ലാവരെയും. മാളുവിനും അജുവിനും സംഭവിച്ചത് നമുക്കറിയാം. പക്ഷേ ഇനി അറിയേണ്ടത് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം. 1, സത്യമെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിന്റെ പപ്പ ഇതെല്ലാം മറച്ചു വെച്ചു? ആരെ എന്തിനെയാണ് അങ്കിൾ ഭയക്കുന്നത്? 2, ആക്സിഡൻ്റ് എന്ന് കരുതിയ ജാനുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അജുവിൻ്റെ അച്ഛൻ്റെയും മരണം എങ്ങനെ കൊലപാതകമായി മാറി? അത് മാളവും വർമാങ്കിലും അതിലെങ്ങനെ ബന്ധപ്പെട്ടു? ഈ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആദി. പക്ഷേ ഒന്നുറപ്പുണ്ട്,
ഇത് അവസാനം നിനക്ക് പ്രിയപ്പെട്ട ആർക്കും കരയേണ്ടി വരില്ല എന്ന്. പക്ഷേ ജാനു, എനിക്ക് മനസ്സിലാകും ആദി. അത് വേണ്ട, നിന്റെ പാതിയാണവള്, നിന്റെ ഭാര്യ, നിന്റെ പ്രണയം. ഡാ, എനിക്കറിയാടാ, നിഴല് പോലെ നിന്റെ കൂടെ നടക്കുന്നവനല്ലേ ഞാൻ. നിന്നെ എനിക്കറിയാതിരിക്കുമോ? മറ്റുള്ളവരെ പോലെയല്ല അവൾ നിനക്ക്. സംതിങ് സ്പെഷ്യൽ. എന്ന് എപ്പോ അതൊന്നും അറിയില്ല. പക്ഷെ അവൾ നിനക്കുള്ളിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. ഒരിക്കലും ഇപ്പോൾ അത് നീ പറയണ്ട. കാരണം നിന്റെ പ്രണയം ആദ്യം അറിയേണ്ടത് അവൾ തന്നെയാടാ. സായി പറഞ്ഞു നിർത്തിയപ്പോൾ അവനെ മുറുക്കെ പുണർന്നിരുന്നു ആദി. ഡാ, നീ ഇപ്പോൾ തീരുമാനിച്ച പോലെ മുൻപോട്ട് പോട്ടെ. കാരണം നമ്മുടെ ശത്രു നമുക്കരികിൽ തന്നെയുണ്ട്. ചിരിയുടെ മൂടുപടമണിഞ്ഞ്. ഇപ്പം നിന്റെ സ്നേഹം ജാനുവിന് ആപത്താണ്. അവളെ വേദനിപ്പിക്കാനല്ല. നീ അവളോട് ദേഷ്യം കാണിച്ചോ, പക്ഷേ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത്. പക്ഷേ അവൾക്ക് മനസ്സിലായിടാ. നീ അതോർക്കണ്ട. ഇനി നീ കാണുന്ന മിണ്ടാപൂജയല്ല അവള്. നീ രാക്ഷസനാണെങ്കിൽ അവൾ രാക്ഷസിയാവും. അതിനു വേണ്ടിയുള്ള പണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെയായി പറയുന്നത്? അത് നീ അറിയണ്ട മോനെ. എല്ലാത്തിനും ഫുൾ സപ്പോർട്ട് നമ്മുടെ മുത്തുവാടാ. എന്ത് അഭിനയാണെന്നറിയോ? നമിച്ചു പോകും. അപ്പം പിന്നെ വെയിറ്റ് കരോ. നീ അവളെയല്ല, അവള് നിന്നെയായിരിക്കും വെള്ളം കുടിപ്പിക്കുന്നേ. അപ്പം നിന്റെ രാക്ഷസി ആയിരിക്കും അവള്. ഈ രാക്ഷസൻ രാവണന്റെ രാക്ഷസി. അവള് ജാനകിയാണ്, ഈ രാവണന്റെ ജാനകി. നിന്റെ ഉയിരിനും ഉടലിനും അവകാശി, ഏക അവകാശി.